അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിക്കനാണ്. ചിക്കൻ നമ്മൾ പലതരത്തിലെ കറി വയ്ക്കും. അതിലൊരു തരം കറി ചിക്കൻ ഇന്ന് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 3/4% നമ്മൾ ഫ്രൈ ആക്കിയിട്ട് അത് റോസ്റ്റ് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കുന്നതാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഉപ്പാണേ. 2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഉപ്പാണ്. ഇത് കാശ്മീരി ചില്ലിയാണേ. ഇത് മഞ്ഞപ്പൊടിയാണ്. ഇത് ഗരം മസാല നമ്മളിവിടെ പൊടിച്ചത്. ഇതിനകത്ത് കുരുമുളകും കൂടി ഉണ്ട്. മസാലകളെല്ലാം കൂടി ഞാനിവിടെ പൊടിച്ചതാണ്. ചിക്കൻ മസാല നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അല്പം പുളിരസം കിട്ടാൻ വേണ്ടി അല്പം വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഇത് കൂടി കൂട്ടിയാണ് നമ്മളിത് പുരട്ടുന്നത്. പുരട്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രീസറിൽ ഇത് വയ്ക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടുള്ള രുചി വരുന്നത്. ഇത് നമ്മളിങ്ങനെ ചെറിയ പാത്രമാണ്. ഇതിങ്ങനെ നല്ലതായിട്ട് പുരട്ടിയിട്ടുണ്ടല്ലോ. ചെറിയ പുളിരസവും കൂടെ ഉണ്ടെങ്കിൽ ഈ മാംസത്തിലോട്ടെല്ലാം ഇതങ്ങ് കടക്കത്തുള്ളേ. പുരട്ടിയിട്ട് നമ്മളിങ്ങനെ ഒതുക്കത്തിൽ ഫ്രീസറിലോട്ട് വയ്ക്കണം. 1 മണിക്കൂറെങ്കിലും വയ്ക്കണം ചുരുങ്ങിയത്. എന്നിട്ടാണ് നമ്മളിത് രണ്ടാമത് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് മസാലകൾ വഴറ്റി ഒരു ചെറിയ ഗ്രേവിയോടെ കറി വയ്ക്കും. അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചാൽ കുറേയും കൂടി ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മസാലയൊക്കെ പുരട്ടി നല്ലതായിട്ട് പുരട്ടി നമ്മളിത് അങ്ങോട്ട് വയ്ക്കും. ഇതുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ചതാണ്, പേസ്റ്റാണ്. ഇതും കൂടി ചേർത്ത് നമ്മളിത് ഇതാക്കുക, പുരട്ടി വെക്കുക. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 2 മണിക്കൂറൊക്കെ വെക്കാം. നമ്മൾ ഫ്രീസറിലോട്ട് പെട്ടെന്ന് വെക്കുവാണെങ്കിൽ 1/2 മണിക്കൂറോ ഒക്കെ വെച്ചാലും മതി. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ടല്ലേ ഇതിലോട്ട് മസാലകളെല്ലാം പിടിക്കുള്ളൂ. ഈ വിനാഗിരിക്കും അതിൽ ചെറുനാരങ്ങ നീരും പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറുനാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാൻ അല്പം വിനാഗിരി ചേർത്ത് വന്നേ ഉള്ളൂ. ഇത് ഇനിയിപ്പോൾ നമുക്ക് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഫ്രീസറിലോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ചിക്കൻ ഫ്രീസറിൽ വെച്ച് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളതപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവുക. ഇപ്പം നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീസറിൽ കൂടുതൽ നേരം ഇരുന്ന് അത്രയും നല്ലതാണ്. ഫ്രീസറിലാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ വെക്കരുത്, ഐസായി പോവും. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സമയം പോലെ എടുത്ത് വയ്ക്കാം. ഇടുവാണേ. നമ്മളിതിലേ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല എങ്കിൽ കൊച്ചുള്ളി മാത്രം ഇട്ടാണ് ഈ ഇതിന് രണ്ടാമത് കറി വയ്ക്കുന്നതെങ്കിൽ 2-3 ദിവസം ഇരുന്നോളൂ കേട്ടോ ഈ വറുത്ത് കറി വയ്ക്കുന്നത്. നമുക്ക് ചോറൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ആണെങ്കിൽ സമയം പോലെ ഇങ്ങനെ വറുത്ത് കറി വെച്ചാൽ കറി നല്ലതായിട്ട് ഇരുന്നോളും. മൂടി വയ്ക്കാം ഇത് കേട്ടോ. മൂടി വെച്ചും അപ്പോൾ അകവും പുറവും ഒരുപോലെ നന്നായിട്ട് വേകുവേ. ഞാനിപ്പോൾ ഇതിങ്ങനെ എടുക്കുകയാണെങ്കിൽ മൂടി വെച്ചാൽ കുറച്ചും കൂടി ആവി കയറി വേഗം കേട്ടോ. ചിക്കൻ അല്ലെങ്കിലും നമ്മൾ വറുക്കുമ്പോഴുണ്ടല്ലോ, പെട്ടെന്ന് വറുത്തെടുക്കാനാണെങ്കിലും
മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് വേകുമ്പോഴത്തേക്കും എത്ര എണ്ണയിലോട്ട് ഇട്ടാണെന്ന് പറഞ്ഞാൽ മൂടുമ്പോൾ അതിൻ്റെ ആവി കൊണ്ട് കുറച്ച് കൂടി നീരാവിയൊക്കെ കൊണ്ട് വേകുവേ. അതായിരിക്കും കുറച്ചും കൂടി ഇങ്ങനെ നമ്മളെടുക്കുന്നത്. വറുത്ത ചിക്കനൊക്കെ മൂടി വെച്ച് എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അത്ര എണ്ണ ഇട്ട് ഇങ്ങനെ പൊരിച്ച് കോരി എടുക്കണം. ഇതൊരു നാടൻ കറിയാണ്. ഇതിനകത്ത് നമ്മളൊരു ഇതും പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ സാധാ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ. പക്ഷേ പച്ചക്ക് ചിക്കൻ കറി വെക്കുന്നതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് കാണുന്നു മാത്രം. വിനാഗിരിക്കും അതിൽ വേണമെങ്കിൽ ചെറുനാരങ്ങ ഒഴിക്കാം. മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഈ കറിയിലിടാം. ഞാനിപ്പോൾ ഇതില്ലാത്തതൊന്നുമില്ല. സാധാ ഒരു നാടൻ കറി തന്നെയാണ്. പക്ഷേ നമുക്ക് എന്തിനൂടെയും ചെയ്യാം. ബ്രെഡിനൂടെയൊക്കെ ഇത് ഇച്ചിരി ഈ കറി വെച്ച് കഴിയുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെച്ചാൽ ബ്രെഡൊക്കെ കഴിക്കാൻ നല്ലതാണ്. കറി ഇരുന്നോളൂ ഇങ്ങനെ നമ്മൾ വറുക്കുന്നത് കൊണ്ടേ. അപ്പം നമ്മുടെ അവസാന ചിക്കനും വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇത് നമ്മളിതെല്ലാം കോരിയിട്ട് രണ്ടാമത് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. എല്ലാ ചിക്കനും നമ്മുടെ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇത് കോരി മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് മസാല വഴറ്റുക. ഇതിട്ടിരിക്കട്ടെ, ഞാനിങ്ങോട്ട് നീക്കുക. കുറച്ച് വെളിച്ചെണ്ണേ ഞാൻ ഒഴിക്കുകയുള്ളൂ, വറുത്ത ചിക്കനല്ലേ. അപ്പം നമ്മൾ ആദ്യം ഇടുന്നത് ഇഞ്ചിയാണേ. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇടും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സവാള ഇടണം, പച്ചമുളക് ഇടണം. അവസാനം കൊച്ചുള്ളി ഇടത്തുള്ളൂ. കൊച്ചുള്ളി വേണം കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കൊച്ചുള്ളി. പിന്നെ വേണ്ടത് കരിവേപ്പില, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഉപ്പിന് വേണ്ട, കാരണം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് നമ്മളിങ്ങനെ ഫ്രൈ ആക്കിയാൽ മതി ഇത്. കാരണം ഈ വറുത്ത ചിക്കനിൽ നിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ ഇറങ്ങും കേട്ടോ നമ്മളിത് കറി വയ്ക്കുമ്പോൾ. നമുക്ക് ഇതുപോലെയും കഴിക്കാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് വറുത്ത് തന്നെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് വേണമെങ്കിൽ ഒഴിക്കാം നമുക്ക്, ശകലം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് സവാള ഇടും. സവാളയും പച്ചമുളകും ഇടുവാണ്. കരിവേപ്പിലയും പിന്നെ കൊച്ചുള്ളി അവസാനമാണ് കേട്ടോ ഇടുന്നത്. നമുക്ക് കൃഷിയുള്ള കാരണം പച്ചമുളക് കരിവേപ്പില അങ്ങനെ കുറേ ഐറ്റമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മുളകുകളും കുറേ ഉണ്ട പച്ചമുളകും നീളം പച്ചമുളകൊക്കെ ഉണ്ട് നമുക്ക്. ഇന്നൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെയൊക്കെ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇത് നല്ലതായിട്ട് ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് കുരുമുളകാണ് കൂടുതലിടുന്നത്. മുളക് പൊടി കുറച്ച് ഇടത്തുള്ളേ. 70% വഴറ്റി കഴിഞ്ഞു. അപ്പം നമ്മൾ കൊച്ചുള്ളി ഇടുവാണ്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടണമെന്ന് പറഞ്ഞാൽ അതിനൊരു തരം വേവ് പ്രത്യേകതയാണ് കേട്ടോ. അതാണ് നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇടണം. അത് കഴിഞ്ഞ് സവാള പച്ചമുളക് ഇടണം. പിന്നെ ഈ സവാളയൊക്കെ വഴറ്റുമ്പോൾ അതുപോലെ തന്നെ വഴറ്റണം. കാരണം 2 ദിവസം നമ്മുടെ കറികൾ ഇരുന്നാൽ കേടാകാതെ ഇരിക്കണമെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ ജലാംശമൊക്കെ പോയി അത് എന്നാലേ അതിൻ്റെ ടേസ്റ്റും അതുപോലെ കറി കേടാകാതെയൊക്കെ ഇരിക്കത്തുള്ളൂ. കരിവേപ്പില എപ്പോഴും നമ്മൾ അവസാനം ഇടുന്നതാണ് നല്ലത്. നമ്മുടെ തന്നെ കരിവേപ്പിലയാണ് കേട്ടോ. ഇത് നമ്മൾ അവസാനം ഇടും.
ഒരു തണ്ട് ഇവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് കറി ഇറക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഇടാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി മസാലകൾ ഇടും. ഇപ്പോൾ ഈ ചിക്കൻ വറുക്കാൻ വേണ്ടി ഞാൻ എടുത്ത മസാലയും ഞാൻ ഇതിനകത്ത് ഇടുവാണ്. ആ മസാല കുറച്ച് ബാലൻസ് ഉണ്ട്, അത് നമുക്കിതിനകത്ത് ഇടാം കേട്ടോ. അത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ അല്ലേ, ചെറിയൊരു പുളിരസവും അതിടുവാണ്. പിന്നെ നമ്മളിടുന്നത് കുരുമുളകാണേ. ഇത് കുരുമുളക് പൊടി വേണം കേട്ടോ ഇതിൽ. ഇതേ 1 സ്പൂൺ കുരുമുളക് പൊടിയേ. നമ്മൾ ഇച്ചിരിയും കൂടി ഇടാം. നമ്മളൊരു 2 കിലോ ചിക്കനാണ് കേട്ടോ ഇതിനെടുത്തത്. സവാളയൊക്കെ നമുക്കറിയാമല്ലോ, ഒരു 2 കിലോ ചിക്കൻ എന്തോരം വേണമെന്ന്. ഞാനൊരു 3 സവാള എടുത്തു, അതായത് ഒരു 250-300 ഗ്രാം സവാള ഉണ്ട്. അല്പം മുളക് പൊടി, അതേ മുളക് വേണ്ട ഇതിന്. കുരുമുളക് പൊടിയുടെ രുചിയാണ് കൂടുതൽ നിൽക്കേണ്ടത്. പിന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മൾ തന്നെ പൊടിച്ച മസാലയാണ് കുറച്ച് ഇടുന്നുള്ളൂ. കുരുമുളകും എല്ലാ മസാലയും കൂടി ചേർത്ത് ഞാൻ ഇട്ടാണ്. ഇത് കണ്ട, ഇതിനകത്ത് കുറേ എണ്ണയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എണ്ണയൊക്കെ ഹെൽത്തിന് പ്രോബ്ലം അല്ലേ. അപ്പം നമ്മൾ ഈ ചിക്കൻ വറുത്ത് വളരെ ഇതായിട്ടല്ലേ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഇട്ടാൽ മതി. ഇപ്പം നമ്മുടെ കഴിഞ്ഞു ഈ ചിക്കൻ കറിയുടെ പരിപാടി. കുറച്ച് ടൊമാറ്റോ കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ ടൊമാറ്റോയുടെ ഗ്രേവിയിൽ കിടന്ന് ഇതൊന്നും കൂടി ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എടുക്കാം. മസാല ഒന്ന് മൂത്താൽ മതി. ഞാൻ പറഞ്ഞു കേട്ടോ, എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചുകൂടി ഗ്രേവിയിൽ നമുക്ക് അപ്പവും ഒക്കെ കഴിക്കാം. ഞാൻ ഇന്ന് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറേയും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. തക്കാളി ഇടുവാണ് ഞാനിതിൽ. അതും കൂടി ഒന്നിട്ട് മൂപ്പിച്ചിട്ട് കണ്ട. ഇതൊരു 300 ഗ്രാം തക്കാളി ഉണ്ട് കേട്ടോ. ഇതും കൂടി ഇതിനകത്ത് കിടന്നൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊരു ചെറിയ പുളിരസവും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് തക്കാളി വേണമെങ്കിൽ നമുക്ക് മിക്സിയിലടിച്ച് ജ്യൂസായിട്ട് ഇടാം. ഞാൻ ചെയ്യുന്നത് പല രീതിയിലും ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ ഈ തക്കാളി ഇങ്ങനെ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. ജ്യൂസ് അടിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വരും, തക്കാളി കാണത്തില്ല, എന്നാൽ പുളിരസം ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ ഇച്ചിരി കറി വെക്കണമെങ്കിൽ തക്കാളി ഇങ്ങനെ ജ്യൂസ് അടിച്ചിടാം. എന്നാൽ ഇച്ചിരി ചുമന്നിരിക്കും കറി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വറുത്ത ചിക്കൻ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല കറിയാണ്. നമ്മൾ ഈ കടയിലൊക്കെ പോയി കുറേ ബാക്കി ഇല്ലാത്ത മസാലക്കൂട്ടൊക്കെ ഇട്ട് കഴിക്കണേ നല്ലത്. ഇതിൽ സാധാ മസാല മാത്രമോ ഞാൻ ഇതിനകത്ത് ഇട്ടത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ ഇതൊന്ന് ഒരുമാതിരി ഇതായി നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ ഇടുകയാണ് കേട്ടോ. ഞാൻ ഈ മുഴുവൻ ചിക്കൻ ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ. കുറച്ച് വറുത്തതായിട്ട് തന്നെ കഴിക്കാൻ മാറ്റി വെക്കുവാണ്. കുറച്ചും കൂടി ഇടമുള്ള ചട്ടിയാണെങ്കിൽ നല്ലതാണ്. ഇത് സ്വല്പം ഇതായിപ്പോയേ. ഇതിന് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് മൂടി ആവി കൊള്ളണം. ആവി കയറുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാം. വെള്ളമൊക്കെ ആർക്കെങ്കിലും ഒഴിക്കണമെങ്കിൽ ഗ്രേവി ആക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കുക. പക്ഷേ അതിനെല്ലൊക്കെ ടേസ്റ്റ് ഇത് തന്നെയാണ്. തേങ്ങാപ്പാലും ഒഴിക്കുക, ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ വേണമെങ്കിലും എടുക്കുക. ഇത് ഇങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ ഉണ്ടല്ല അല്പം ഗ്രേവി ആകും ഇതിനകത്ത്. ഈ തക്കാളിയുടെ ഒക്കെ കൂടി ഗ്രേവി ഇറങ്ങും കേട്ടോ ഇതിനകത്ത്. നമ്മൾ ശക്കല നേരെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. മൂടി തന്നെ വെക്കണം. ഈ കറി റെഡി ആയിട്ടുണ്ട്, നോക്കുവാണ്.
ഇതിൽ ഇച്ചിരി കരിവേപ്പില നമ്മൾ ഇടുവാണ്, പച്ച കിടക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഇത്തിരി ഗ്രേവി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ട ചെറിയ ഒരു നല്ല റോസ്റ്റ് ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇട്ടത്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. പക്ഷേ ഇതേ ശകലം നേരം ഇരുന്നപ്പോൾ ഇതിന് ആ തക്കാളിയുടെയും വേപ്പ് വെള്ളമൊക്കെ വീണ് ഇതായി. ഇങ്ങനെ തന്നെ എടുത്താലാണ് അതിന് അതിൻ്റേതായ ടേസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊഴിക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ചാലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു നമ്മുടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.